നമ്മളിതൊരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ടേം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലോട്ട് ഒരു റഫ് ഐഡിയ എങ്കിലും വരും. കാരണം നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിലുടനീളം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോസിന്തസിസിന്റെ ഓരോ സ്റ്റെപ്പും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ ഫോട്ടോസിന്തസിസിന്റെ സിഗ്നിഫിക്കൻസ് എല്ലാവർക്കും അറിയാം. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഈ ലിവിങ് ഓർഗാനിസംസ് എല്ലാം തന്നെ, പ്ലാന്റ്സ് ആണ് ഫോട്ടോസിന്തസിസ് നടത്തുന്നതെങ്കിലും ആനിമൽസും ഇൻഡയറക്റ്റ് ആയിട്ട് ഈ പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അവരുടെ സർവൈവലിന്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ലിവിങ് വേൾഡിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. പ്ലാന്റ്സ് ആണ് ഫോട്ടോസിന്തസിസ് നടത്തുന്നത് ബിക്കോസ് ദേ ആർ ഓട്ടോട്രോപ്സ്. അവരുടെ സർവൈവലിന് വേണ്ട ഫുഡ് അവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്നു. പ്ലാന്റ്സിനെ കൺസ്യൂം ചെയ്യുന്ന ആനിമൽസ് അവരിൽ നിന്നും ആ ഫുഡ് ഇൻഡയറക്റ്റ് ആയിട്ട് സ്വീകരിക്കുന്നു. സോ ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് പ്ലാന്റ്സിന് മാത്രമല്ല, ആൽഗി ആയിക്കോട്ടെ, അതുപോലെ സയനോ ബാക്ടീരിയ പോലുള്ള ബാക്ടീരിയസ് ആയിക്കോട്ടെ, ഏതായാലും ഇവരൊക്കെ ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്നത് അവരെല്ലാം നമുക്കൊരു സ്പെഷ്യലൈസ്ഡ് ഓർഗനലിനെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ളവരെല്ലാം എല്ലാ ഓർഗാനിസംസിലും ഒരു സ്പെഷ്യലൈസ്ഡ് സെൽ ഓർഗനലെ കാണാൻ സാധിക്കും. അതിന്റെ പേരാണ് ക്ലോറോപ്ലാസ്റ്റ്. അപ്പൊ നമുക്ക് ഇതിനെ ഈ ക്ലോറോപ്ലാസ്റ്റിനെ ഫോട്ടോസിന്തറ്റിക് അപ്പാരറ്റസ് എന്നാണ് വിളിക്കുന്നത് തന്നെ. അതായത് ഫോട്ടോസിന്തസിസ് നടക്കാനായിട്ട് ഏറ്റവും എസെൻഷ്യൽ ആയിട്ട് വേണ്ട ഒരു ഓർഗനലാണ് ഈ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലോറോപ്ലാസ്റ്റിനെ കുറിച്ചാണ്. അപ്പൊ ക്ലോറോപ്ലാസ്റ്റ് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്ന ഓർഗനലാണെന്ന് പറഞ്ഞു. ഇനി ഞാൻ പറയുന്നത് ഈ ഫോട്ടോസിന്തസിസിന്റെ സിഗ്നിഫിക്കൻസ് ആണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻസ് അറിയാലോ, ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഈ ലിവിങ് വേൾഡിന്റെ സർവൈവലിന് തന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കൂടാതെ ബാക്കി എന്താ പറയാ, 0.2% നമ്മുടെ ഭൂമിയിലോട്ട് വരുന്ന സൂര്യപ്രകാശത്തിന്റെ 0.2% ഫോട്ടോസിന്തസിസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നു. അതുപോലെ ഏകദേശം 70 ബില്യൺ ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ആണ് ഈ പ്രോസസ്സ് വഴി സംഭവിക്കുന്നത്. അതുപോലെ ഏകദേശം 170 മില്യൺ ടൺസ് ഓഫ് ഡ്രൈ മാറ്റർ ഫോട്ടോസിന്തസിസ് വഴി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമ്മുടെ ലിവിങ് വേൾഡില് അല്ലെങ്കിൽ ബയോളജിക്കൽ വേൾഡില് നമ്മുടെ എല്ലാ ഓർഗാനിസത്തിനും എല്ലാം വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് ഫോട്ടോസിന്തസിസ്. അപ്പൊ നമുക്ക് ഫോട്ടോസിന്തസിസിന്റെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ട് വേണ്ട ഓർഗനലാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആ ക്ലോറോപ്ലാസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്, ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ക്ലോറോപ്ലാസ്റ്റ് ഫോട്ടോസിന്തസിസിന്റെ ഒരു ഫോട്ടോസിന്തറ്റിക് അപ്പാരറ്റസ് എന്നാണ് പറയുന്നത് തന്നെ. അപ്പൊ ഫോട്ടോസിന്തസിസിന് അത്രയും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഓർഗനലാണ്. അപ്പൊ ഈ ക്ലോറോപ്ലാസ്റ്റ് പല എന്താണ്, ഇപ്പൊ ആൽഗെ ആയാലും ഹെയർ പ്ലാന്റ്സ് ആയാലും സയനൽ ബാക്ടീരിയ ആയാലും എല്ലാത്തിലും ക്ലോറോപ്ലാസ്റ്റിന്റെ ഷേപ്പും നമ്പറും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ക്ലോറോപ്ലാസ്റ്റ് നമ്മളിപ്പോ ക്ലമൈഡോമോണാസ് അല്ലെങ്കിൽ യൂളോത്രിക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഹോർസ് ഷൂ ഷേപ്ഡ് അല്ലെങ്കിൽ കപ്പ് ഷേപ്ഡ് ഒക്കെയാണ് അതിന്റെ ഷേപ്പ്. പിന്നെ ഗ്രിഡിൽ ഷേപ്ഡ് ഉണ്ട്, റിബൺ ഷേപ്ഡ് ഉണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്ലോറോപ്ലാസ്റ്റ് ഹയർ പ്ലാന്റ്സിലെ ക്ലോറോപ്ലാസ്റ്റ് ആണ്. അത് ഏകദേശം ഒരു ഓവൽ ഷേപ്പ് ആണ്. അപ്പൊ ആ ഓവൽ ഷേപ്ഡ് ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ ഇന്ന് ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാൻ പോകുന്നത്. അതിൽ തന്നെ എല്ലാം ഇല്ല, നമ്മുടെ ഫോട്ടോസിന്തസിസിന് എസെൻഷ്യൽ ആയിട്ടുള്ള പാർട്സ് ഒക്കെ നമ്മളൊന്ന് പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ക്ലോറോഫിലിന്റെ സ്ട്രക്ചറിലോട്ട് നമുക്ക് പോവാം. ഇവിടെ ഞാൻ ഒരു ഓവൽ ഷേപ്ഡ് ക്ലോറോപ്ലാസ്റ്റിനെയാണ് വരയ്ക്കുന്നത്. ദിസ് ഈസ് എ ക്ലോറോപ്ലാസ്റ്റ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ദിസ് ഓർഗനൽ ഈസ് ഡബിൾ മെമ്പറൈൻ ബൗണ്ട്. ഇതിന് രണ്ട് മെമ്പറൈൻ ഉണ്ട്. ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്ൻസ് 2 membranes, an outer membrane and an inner membrane. Inner membrane is less permeable than the outer membrane. Outer membrane എന്ന് പറയുന്നത് highly permeable ആണ്, but the inner membrane is less permeable. അത് നോക്കുകയാണെങ്കിൽ ഈ ഡബിൾ ലെയർ മെമ്പറൈൻസ് നമ്മളെവിടെ കണ്ടിട്ടുണ്ട് വേറെ ഡബിൾ ലെയർ മെമ്പറൈൻസ്? മൈറ്റോകോൺട്രിയ ഒരു ഡബിൾ മെമ്പറൈൻ ബൗണ്ട് ഓർഗനൽ ആണ്. അതിനൊരു ഔട്ടർ മെമ്പറൈൻ ഉണ്ട്, ഇന്നർ മെമ്പറൈൻ ഉണ്ട്. മൈറ്റോകോൺട്രിയ ആണെങ്കിൽ അതിന്റെ ഇന്നർ മെമ്പറൈൻ ഇങ്ങനെ ഉള്ളിലോട്ട് പ്രൊജക്ട് ചെയ്ത് ക്രിസ്റ്റേ ഫോം ചെയ്യുന്നു. ഇൻഫോൾഡിങ്സ് ഉണ്ട് അതിന്റെ ഇന്നർ മെമ്പറൈന്. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഇതൊരു റെഗുലർ ഡബിൾ ലെയർ അല്ലെങ്കിൽ ഡബിൾ മെമ്പറൈൻ ബൗണ്ട് ഓർഗനൽ ആണ്. അപ്പോൾ ഒരു ഔട്ടർ മെമ്പറൈൻ ഉണ്ട്, ഇന്നർ മെമ്പറൈൻ ഉണ്ട്. ഇൻ ബിറ്റ്വീൻ ദം this space is called periplastidial
സ്പേസ്, ഇവർക്കിടയിലുള്ള സ്പേസ് ആണ്. നമ്മൾ അകത്തോട്ട് വന്നാൽ, ക്ലോറോപ്ലാസ്റ്റിന്റെ അകത്തോട്ട് വന്നാൽ വി ക്യാൻ സീ എ ജെലാറ്റിനസ് കോർ. ഇവിടെ ഒരു ഇതിന്റെ ഗ്രൗണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് മാട്രിക്സ് ഓർ സ്ട്രോമ. സ്ട്രോമ ഇസ് എ ജെലാറ്റിനസ് കോർ. ഇവിടെ ഈ സ്ട്രോമയുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ, ഇപ്പൊ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് തന്നെ ക്ലോറോപ്ലാസ്റ്റിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് തന്നെ 2 സ്റ്റെപ്പാണ്, ലൈറ്റ് റിയാക്ഷൻ, ഡാർക്ക് റിയാക്ഷൻ. അപ്പം ആ ഫോട്ടോസിന്തസിസില് ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് സ്ട്രോമയിലാണ്. അതുപോലെ തന്നെ ഈ സ്ട്രോമയിലാണ് എന്താ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷനും, അതുപോലെ തന്നെ നമ്മുടെ ന്യൂക്ലിക് ആസിഡിന്റെ സിന്തസിസും, അതുപോലെ ഷുഗർ മോളിക്യൂൾസിന്റെ സിന്തസിസ്, ഇതെല്ലാം നടക്കുന്നത്, സ്റ്റാർച്ച് മോളിക്യൂൾസിന്റെ സിന്തസിസ് ഒക്കെ ഇവിടെ സ്ട്രോമയിലാണ് സംഭവിക്കുന്നത്. സോ സ്ട്രോമ. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇന്നർ മെംബ്രെയിൻ ചെറിയ ട്യൂബുലാർ സ്ട്രക്ചർ, അപ്പൊ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇൻവാജിനേറ്റ് ചെയ്ത് നിൽക്കുന്നു. ആൻഡ് ഫ്രം ദീസ് tubular structures we can see another set of parallel stacks. ഇവിടെ ഒരു അടുക്കി പാരലൽ സ്റ്റാക്സ് ഓഫ് സർട്ടൻ ബണ്ടിൽ ലൈക്ക് സ്ട്രക്ചേഴ്സ്. ഇവിടെ ചില ബണ്ടിൽസ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് പോലെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇതിനെ കളക്റ്റീവ്ലി വിളിക്കുന്ന പേരാണ് ഗ്രാന. ആൻഡ് ദിസ് ഗ്രാന ഈസ് മേഡ് അപ്പ് ഓഫ് സ്മോൾ ബണ്ടിൽ ലൈക്ക് സ്ട്രക്ചേഴ്സ് കോൾഡ് ഗ്രാനൽ തൈലക്കോയിഡ്സ്. Thylakoids or granule lamellae. Granule thylakoids or granule lamellae. So ഈ സ്ട്രക്ചറിനെ കളക്റ്റീവ്ലി വിളിക്കുന്ന പേരാണ് ഗ്രാന. ഇനി ഒന്നിലധികം ഗ്രാനെ നമുക്ക് ഇവിടെ ക്ലോറോപ്ലാസ്റ്റിനകത്ത് കാണാൻ സാധിക്കും. ആൻഡ് 2 adjacent ഗ്രാനം are connected by another tubular structures called intergranal thylakoids or Fred's membrane. Otherwise these are called stromal lamellae. നോക്കിയേ, ഇവിടെ ഞാൻ പറഞ്ഞു ഈ ഗ്രാനൽ തൈലക്കോയിഡ്സ് അല്ലെങ്കിൽ ഗ്രാനൽ ലാമെല്ലേസ് ഇങ്ങനെ സ്റ്റാക്ക് ലൈക്ക് അല്ലെങ്കിൽ പൈൽ ഒരു ഇങ്ങനെ അടുക്കി ബണ്ടിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് ആ സ്ട്രക്ചർ ആണ് ഗ്രാന എന്ന് പറഞ്ഞു. ഇനി ഈ ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഈ ബണ്ടിൽസിനെ നമുക്ക് ഫ്രീ ആയിട്ട് ഈ സ്ട്രോമയിൽ കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് സ്ട്രോമൽ ലാമെല്ലേസ്. ദീസ് ലാമെല്ലേസ് ക്യാൻ ബി സീൻ സ്കാറ്റർ. അല്ലെങ്കിൽ ഈ ബണ്ടിൽസിനെ അല്ലെങ്കിൽ ഈ ലാമെല്ല എന്ന് പറയുന്ന ഈ ബണ്ടിൽസിനെ നമുക്ക് ഈ സ്ട്രോമയിൽ സിംഗിൾ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ കാണാൻ സാധിക്കും. ആൻഡ് ദേ ആർ കോൾഡ് വിതൗട്ട് ഫോമിങ് എ ഗ്രാന ആകാതെ ഒരു സിംഗിൾ ട്യൂബുലാർ സ്ട്രക്ചർ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ കാണാൻ സാധിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോമൽ ലാമെല്ലെ. സോ ഗ്രാന, പിന്നെ മറ്റു പാർട്സ് ഒക്കെ നമ്മൾ ഇപ്പൊ പറഞ്ഞു. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കറിയാവുന്ന കാര്യമാണ് ഈ ക്ലോറോപ്ലാസ്റ്റിന്റെയും മൈറ്റോകോൺട്രിയയുടെ ഒക്കെ പ്രത്യേകത. ഇവർക്കെല്ലാം ഈ 2 ഓർഗനൽസിന് സ്വന്തമായിട്ട് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. സ്വന്തമായിട്ട് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലോറോപ്ലാസ്റ്റിന്റെ ജനറ്റിക് മെറ്റീരിയൽ ആണ് സർക്കുലർ DNA. ഇവരുടെ ജനറ്റിക് മെറ്റീരിയൽ ആണ് സർക്കുലർ DNA. ഇവർക്ക് ഇങ്ങനെ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടായത് അതായത് എൻഡോസിംബിയോട്ട് ഹൈപ്പോത്തിസിസ് നമ്മൾ വീണ്ടും വരുന്ന വീഡിയോസിന് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ ജനറ്റിക് ഒരു സർക്കുലർ DNA അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ ഇവിടെ ഉണ്ട്. സോ ഇതൊക്കെയാണ് ഇതിന്റെ സ്ട്രക്ചേഴ്സ്. ഇതിനകത്ത് സ്റ്റാർച്ച് ഗ്രെയിൻസും അതുപോലെ ലിപ്പിഡ് ഡ്രോപ്ലെറ്റ്സും ഒക്കെ ഉണ്ട്. ഞാൻ അതിന്റെ അങ്ങോട്ടൊന്നും എല്ലാ പാർട്സും ഒന്നും വിശദമായിട്ട് പറയുന്നില്ല. നമുക്ക് ആവശ്യമുള്ള പാർട്സ് ഒക്കെ ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ, പെരിപ്ലാസ്റ്റിഡിയൽ സ്പേസ്, ഗ്രാന, അതുപോലെ തന്നെ സ്ട്രോമ, ഗ്രാനൽ തൈലക്കോയിഡ്സ് ഓർ ഗ്രാനൽ ലാമെല്ലെ, സ്ട്രോമൽ ലാമെല്ലെ, അതുപോലെ ഇന്റർഗ്രാനൽ തൈലക്കോയിഡ്സ് ഓർ ഫ്രെഡ്സ് മെംബ്രെയിൻ. ഇങ്ങനത്തെ കുറച്ച് പാർട്സ് ഒക്കെ ഇതാണ് നമുക്ക് ഫോട്ടോസിന്തസിസ് പറയുമ്പോഴത്തേക്ക് ഏറ്റവും എസെൻഷ്യൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പാർട്സ്. അപ്പൊ അത്രയും ഞാൻ പറയുന്നുള്ളൂ ഇതിനകത്ത് ഫോട്ടോസിന്തസിസിനകത്ത്. ഇതാണ് ശരിക്കും പറഞ്ഞത് ഒരു ടിപ്പിക്കൽ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഇവിടെ പറയാനുള്ളത്, ഈ ക്ലോറോപ്ലാസ്റ്റ് കൂടുതലും കാണുന്നത് ലീവ്സിലെ മീസോഫിൽ സെല്ലുകളിലായിരിക്കും. മീസോഫിൽ സെല്ലുകളിൽ മാത്രമല്ല എങ്കിലും നമ്മൾ C4 പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ C4 പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാസ് പ്ലാന്റ്സ് ഒക്കെ വരുന്ന ഒരു കാറ്റഗറിയാണ് ഈ C4 പ്ലാന്റ്സ്. ഈ C4 പ്ലാന്റ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ മീസോഫിൽ റീജിയൻസിലെ മീസോഫിൽ സെൽസില് അല്ലെങ്കിൽ മീസോഫിൽ റീജിയനിലെ സെൽസില് അവരുടെ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഇതേപോലെ ഗ്രാനയൊക്കെ ഉണ്ടാവും.
അപ്പൊ ഇതിനെ നമ്മൾ ഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റ് എന്ന് വിളിക്കും. അതിനർത്ഥം ബണ്ടിൽ ഷീറ്റിൽ ബണ്ടിൽ ഷീറ്റ് സെൽസിലുള്ള ക്ലോറോപ്ലാസ്റ്റില് ഈ തൈലക്കോയിഡ്, ഗ്രാനൽ തൈലക്കോയിഡ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഈ തൈലക്കോയിഡുകൾ ഇങ്ങനെ അവിടെ ഇവിടെ സ്കാറ്റേർഡ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാതെ അവരെല്ലാം കൂടെ ചേർന്ന് ഒരു ഗ്രാന ഫോം ചെയ്യുന്നില്ല. സോ ആ ബണ്ടിൽ ഷീറ്റിലെ ക്ലോറോപ്ലാസ്റ്റിൽ ഗ്രാന ആബ്സെന്റ് ആണ്. സോ ദേ ആർ കോൾഡ് എഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റ്. അതേസമയം മീസോഫിൽ റീജിയനിലെ ക്ലോറോപ്ലാസ്റ്റിലെ ഗ്രാന ഒക്കെ ഉണ്ട്. സോ ദേ ആർ കോൾഡ് ഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ ഗ്രാനൽ ആൻഡ് എഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റ് ഒരേ പ്ലാന്റ്സിൽ അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ ദാറ്റ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അനാറ്റമി ഈസ് കോൾഡ് ക്രാൻസ് ടൈപ്പ് അനാറ്റമി ഓർ ക്രാൻസ് അനാറ്റമി. ക്രാൻസ് അനാറ്റമി എന്നാണ് ഞാൻ വിളിക്കുന്നത്. അതായത് ഒരു ലീഫ് എടുത്താൽ, ഇപ്പൊ നമ്മൾ ഒരു C4 പ്ലാന്റ് ലീഫ് എടുത്താൽ അതിന്റെ മീസോഫിൽ റീജിയനിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റിനെ കാണാൻ സാധിക്കും. അതേസമയം അതിന്റെ ബണ്ടിൽ ഷീറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ബണ്ടിൽ ഷീറ്റ് സെല്ലിനകത്ത് ക്ലോറോപ്ലാസ്റ്റില് ഗ്രാന ഉണ്ടാവില്ല. സോ ദീസ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അനാറ്റമി ഈസ് കോൾഡ് ക്രാൻസ് അനാറ്റമി. സോ ഇത്രയുമാണ് നമുക്ക് ക്ലോറോപ്ലാസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം. ഇനി നമുക്ക് പറയാനുള്ളത് ഈ ഗ്രാനയ്ക്കകത്ത് ഗ്രാന ഉണ്ടാക്കിയിരിക്കുന്നത് തൈലക്കോയിഡ്സിനെ കൊണ്ടാണ്. ഈ തൈലക്കോയിഡ്സിനുള്ളിൽ അല്ലെങ്കിൽ തൈലക്കോയിഡ്സിലാണ് എന്ത് കാണാൻ സാധിക്കുന്നത്? നമ്മുടെ ഫോട്ടോസിന്തസിസിന്റെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ട് വേണ്ട പിഗ്മെന്റ് മോളിക്യൂൾസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ എനിക്ക് ഈ നമ്മൾ പഠിക്കാനുള്ള തൈലക്കോയിഡ്സിനകത്തുള്ള പിഗ്മെന്റ് മോളിക്യൂൾ, തൈലക്കോയിഡ്സിൽ പിഗ്മെന്റ് മോളിക്യൂൾസ് എവിടെ ഇരിക്കുന്നു, പിഗ്മെന്റ് മോളിക്യൂൾസ് എന്താണ്, ഫോട്ടോസിസ്റ്റംസ് എന്താണ്, ഫോട്ടോസിന്തറ്റിക് യൂണിറ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ക്ലോറോഫിലിന്റെ സ്ട്രക്ചർ ഏകദേശം ഒരു നമുക്ക് എസെൻഷ്യൽ ആയിട്ട് വേണ്ട പാർട്സ് ഒക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ പിഗ്മെന്റ് മോളിക്യൂൾസിനെ കുറിച്ചും ഫോട്ടോസിന്തറ്റിക് യൂണിറ്റിനെ കുറിച്ചും പഠിക്കാം.